ആദരിക്കുന്നത് ഒരു നാളും നഷ്ടമാകില്ല. പുതിയ ഗാനമാണ്, ഇവർക്ക് അറിയുന്ന ഗാനമാണ്. ദൈവം ചേർന്ന് പാടി കർത്താവിനെ ശബ്ദം കേൾക്കുന്ന ഒരു കാലത്തുണ്ട്. ഒരു നാൾ അന്നമാകില്ല. ശബ്ദം കേൾക്കുന്ന ഒരു കാലത്തുണ്ട്. ഒരു നാൾ അന്നമാകില്ല. ശബ്ദം കേൾക്കുന്ന ഒരു പാതയുണ്ട്. ഒരു നാൾ പന്തമാകില്ല. ശബ്ദം കേൾക്കുന്ന ഒരു പാതയുണ്ട്. ഒരു നാളും പന്തമാകില്ല.
വാതിലടയൂരില്ല എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട് ഒരു വാതിലടയൂരില്ല എൻ പല ചായ്ക്കുവാൻ ഒരു മാർഗമുണ്ട് ചൂടലും യേശുവിൻ Just wait. Very fast.
ജയിച്ചവൻ, മഹത്വത്തിൽ വസിപ്പവൻ. മരണത്തെ ജയിച്ചവൻ, മഹത്വത്തിൽ വസിപ്പവൻ. ആദിയും അന്ത്യവും ആയവൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് റെഹബോത്ത് വർഷിപ്പ് സെന്ററും കമ്പാഷൻ റെസ്ക്യൂ ടീമും ഒരുമിച്ച് പ്രാരംഭ സമയം കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണ വിതരണം ഒരു ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം താല്പര്യമുള്ള ചർച്ചിന്റെ വാർഷികവും യാത്രയും മീറ്റിംഗുമാണ്. നാം വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ ഏതൊരു കാര്യങ്ങളിലും പ്രാധാന്യം കൊടുക്കുന്ന പുളുക്കിയുടെ SHO അജിത് കുമാർ സാർ നമ്മുടെ നടുവിലുണ്ട്. വളരെ തിരക്കുള്ള ഒരു ദിവസമാണ് സാറിന് ഈ വാർഷികത്തിലേക്കും പഠനോപകരണ വിതരണത്തിലേക്കും ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കമ്പാഷൻ റെസ്ക്യൂ ടീമിന്റെ വിവിധ പ്രവർത്തനങ്ങൾ കേരളക്കരയിൽ തുടങ്ങിയ സമയമാണ് 2018 വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തുടങ്ങിയതാണ്. ഈ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി വള്ളത്തിലും വെള്ളത്തിലുമൊക്കെ യാത്ര ചെയ്ത് ഓരോ ഭവനങ്ങൾ ചെയ്തത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് തുടങ്ങിയതാണ് കമ്പാഷന്റെ പ്രവർത്തനം. കൃപയ കേരളത്തിന്റെ 14 ജില്ലകളിലും അതെത്തുവാൻ ദൈവം സഹായിച്ചു. വീൽ ചെയർ, ഇലക്ട്രിക് വീൽ ചെയർ, ക്യാൻസർ രോഗികൾക്കുള്ള സഹായങ്ങൾ, പൊതു പബ്ലിക് മീറ്റിംഗുകൾ ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പുളുക്കിലെ പോലീസും തിരുവല്ല പോലീസും നമ്മൾക്ക് സഹായത്തിനായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഡ്രഗ്സിന് അഡിക്റ്റായ ഒരു തലമുറ നമുക്കറിയാം. മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും ഈ തലമുറ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ പല ആളുകളെയും DHS സെന്ററുകളിൽ കൊണ്ടാക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകിച്ച് SHO നന്ദി പറയുകയാണ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ 1ാം വാർഡിന്റെ മെമ്പർ ഞങ്ങളുടെ ഏതൊരു കാര്യത്തിലും ഏതൊരു സമയത്തും വിളിച്ചാൽ ഓടി വരികയും എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തിയോടുകൂടി ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഞങ്ങളെല്ലാം സ്നേഹത്തോട് വിളിക്കുന്ന ജോയ് കാവുങ്കൽ അദ്ദേഹത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുക. 13ാം വാർഡിന്റെ മെമ്പറായിരിക്കുന്ന ബേസിക് അലക്സാർ ഏതൊരു മീറ്റിംഗ് വിളിച്ചാൽ കഴിഞ്ഞ 1ാം വാർഷികത്തിലും മെമ്പർ നമ്മളൊപ്പം ഉണ്ടായിരുന്നു. ഈ നാടിന്റെ ഏതൊരു കാര്യത്തിലും നമ്മളൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ്. അവരുടെ കൂടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. കാട് വെട്ടിത്തെളിക്കുവാനും ഈ ദേശത്തെ മലിനമായ വസ്തുക്കളെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാനൊക്കെയും മെമ്പറുടെ പ്രവർത്തന ഈ സമയത്ത് സ്മരിക്കുക. പ്രിയപ്പെട്ട മെമ്പറിനെ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. കർത്തൃദാസഭ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠമായ കർത്തൃദാസഭ പാസ്റ്റർ CJ ഷാജി അവരുകളെ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. പാസ്റ്റർ സ്കറി അവരുകൾ ഈ ദേശനിവാസിയാണ്. നമ്മുടെ കൺവെൻഷന്റെ എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വളരെ ശുഷ്കാന്തിയുള്ള ആളാണ് സ്കറിയ പാസ്റ്ററെ. ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. പാസ്റ്റർ സാംജോ ചില വർഷങ്ങളായി ഈ നാടിന്റെ സ്പന്ദന പറഞ്ഞ ആളാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പാസ്റ്റർ സാംജോവിനെ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. പാസ്റ്റർ ചാക്കോ എബ്രഹാം എന്റെ ഒരു സഹോദരനും കൂടിയാണ്. അവർ കുടുംബമായിട്ട് ഈ മീറ്റിംഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട കർത്തൃദാസിനെ കുടുംബത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഈ ചർച്ചിനെ സ്നേഹിച്ച്, ഈ ചാരിറ്റിയെ സ്നേഹിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ നാട്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭം 1-2 ആശംസ സന്ദേശങ്ങൾ കേൾക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട സാറ് 2-3-4 കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണം വിതരണം ചെയ്ത ശേഷം സാർ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അതുവരെ സാർ നമ്മളോട് ഉണ്ടായിരിക്കും. ആദ്യ സമയം 1ാം വാർഡിൽ മെമ്പറായിരിക്കുന്ന ജോയി കാവുക്കലിനെ ആശംസയ്ക്കായി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗിലെ ബഹുമാനപ്പെട്ട ഷായിച്ചാൻ പൊയ്കി HSO അജിസാറ്, വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസന്മാരെ, എന്റെ സഹപ്രവർത്തക കൂടിയായിരിക്കുന്ന ഗ്രേസിയാന്റി, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസ സമൂഹം, ഇന്നത്തെ ഷായിച്ചാനെ പറ്റിയുള്ള ഒരു ആമുഖം പറയുകയുണ്ടായിരുന്നു. കഴിഞ്ഞ 2018 മഹാപ്രളയം മുതലാണ് കമ്പാഷൻ ടീം ഇത്തരത്തിലൊരു വലിയ ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയത്. ആ പ്രവർത്തനങ്ങളെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട ഷായിച്ചാനിലൂടെ ഒട്ടനവധി ആളുകൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനും ഷായിച്ചാനും കൂടി ചേർന്നുകൊണ്ട് ഒത്തിരി പേരെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൊക്കെ കൈപിടിച്ച് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സാംബാസിന്റെയും അതുപോലെ ഈ പ്രദേശത്തെ ഷായിച്ചാന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുവാൻ ദൈവം മകനെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നടക്കുന്ന ഈ പഠനോപകരണ വിതരണം അത് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളിലും തുടർന്നും എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ ഷായിച്ചാന്റെ നല്ലൊരു സ്നേഹവും കരുതലും ഉണ്ടാകും. നെടുമൺ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡിന്റെ എല്ലാവിധ ആശംസകളും ഈ സഭയ്ക്കും അതോടൊപ്പം ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ജോയി 13ാം വാർഡ് മെമ്പർ ചില വാർഡ് നമ്മൾ സംസാരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുന്നവരാണ്. ശ്രേഷ്ഠ കർത്തദാസന്മാർ, ഷായിപ്പാസ്റ്റർ, SHO, എന്റെ സഹപ്രവർത്തകൻ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമാണ്. ഷായിപ്പാസ്റ്ററും ജോയി കമ്പാഷൻ ടീമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. സമൂഹത്തിനും ദേശത്തിനും വളരെയധികം പ്രയോജനപ്രദമായ ഒരു ടീമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ അനേക പ്രതിസന്ധികളും വെല്ലുവിളികളും നിന്ദയും പരിഹാസവും നേരിട്ടപ്പോൾ ഒരു പ്രാർത്ഥനാലയം ഇല്ലാതെ വന്നപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം പ്രാർത്ഥനാലയം ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും അപേക്ഷയാലും പ്രാർത്ഥനയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അപേക്ഷിക്കും. അപ്പോൾ ഷായിപ്പാസ്റ്റർ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. ദൈവം ഇന്ന് പഠനോപകരണം നൽകുവാൻ തക്കവണ്ണം വാതിലുകൾ തുറന്നു. അപ്പോൾ നമ്മൾക്ക് വേണ്ടത്, നമുക്ക് നമ്മുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്, ദേശത്തിന് അനേക പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്ത് ജീവിച്ച് അത് നമുക്ക് ആ സമൂഹത്തിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ ദേശം, രാജ്യം അനേക പ്രതിസന്ധികളിൽ കടന്നു പോവുകയാണ്. അപ്പോൾ ആ ജനസേവനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കാവൽക്കാരായി നിൽക്കുകയാണ്. അപ്പോൾ ആ ദേശത്തിന്റെ കാവൽക്കാരായി നമ്മളും അതുപോലെ മാറും. ഇന്ന് അനേകരെ ലഹരികൾ അടിമയായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ ലഹരിയിലോട്ടാണ് പോകുന്നത്. അതിനാണ് ഇന്നത്തെ ഇതുപോലുള്ള ഈ ഭക്തദാസന്മാർ ഇന്ന് നമ്മുടെ ഈ ആത്മീയ കൂട്ടായ്മകളൊക്കെ നടത്തുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾ രാക്കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായിരുന്നു. യെരുശലേം പുത്രന്മാരെ നിങ്ങൾ എന്നെ ചോദിക്കാനില്ല, നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചോദിക്കാനില്ല. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കർത്താവിന്റെ ആ വാക്കുകൾ നമ്മൾക്ക് ശ്രദ്ധിക്കണം. അതാണ് നമുക്കിന്ന് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്കോ മറ്റുള്ള എല്ലാ അക്രമങ്ങളിൽ നിന്നും വഴിമാറി നമ്മൾ
നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയത്തിലുണ്ട്. അതുപോലെ നമ്മുടെ യേശുവിന് വേണ്ടി കൊടിപിടിക്കുവാനൊക്കെ അവരെ ഉയർത്തേണ്ടതിനായി നമ്മുടെ ഈ ആലയത്തിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ പുതുവർഷത്തിലെ സ്കൂളുകളൊക്കെ തുടങ്ങാൻ പോകുന്നു. ഒന്നിനും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു രീതിയിൽ പുസ്തകത്തിന്റെ അകത്തിൽ നിന്നും അകപ്പെട്ടു പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ഭാവങ്ങളും രഹബോധ ഹെവന്റെ ഹോസ്പിറ്റൽ സെന്ററിൽ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. തുടർന്ന് സാറിന് തിരക്കുള്ളതുകൊണ്ട് 3-4 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സ്പോൺസർ ചെയ്യുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ ഈ ബിൽഡിംഗ് എടുത്തതിന് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയി പോയി. അതുകൊണ്ട് ആളുകളുടെ സഹായത്തിന് ഞങ്ങൾ ചോദിക്കേണ്ടി വന്നു. ഒറ്റ ആളോടെ പറഞ്ഞുള്ളൂ, ചെക്കട്ട് ജെയിംസ് ഞാൻ ആഫ്രിക്കയിലാണ്. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനെന്താ പാസ്റ്റർ, ഞാൻ തരാം, ഞാൻ സഹായിക്കാം. ഇപ്രാവശ്യം അദ്ദേഹമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്ന. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു 3-5 കുട്ടികൾക്ക് പേര് വിളിക്കുന്ന 3-5 കുട്ടികൾക്ക് സാർ നൽകിയ ശേഷം പോകുന്നതായിരിക്കും. ഒരു വാക്ക്, മദ്യവും മയക്കുമരുന്നും സുലഭമാണ്. സാർക്ക് ഈ ദിവസങ്ങളിൽ പകൽ രാത്രിയില്ലാതെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വാക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളോട് മദ്യത്തെ കുറിച്ച് മയക്കുമതിനെ കുറിച്ച് ബോധവൽക്കരണത്തിന് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഒരു അന്യ മുഹൂർത്തത്തിൽ ഭാഗമാകാൻ കഴിയുന്നുണ്ടെങ്കിൽ വന്നാന്ന് പോലെ 2020 മാസം മുതൽ ആദ്യം അന്ന് മുതൽ വർഷത്തിലേക്ക് കയറുകയും നേരിട്ട് പല പല ആൾക്കാരെയും ജീവിതത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിലൊരു ആത്മാർത്ഥ പ്രവർത്തനമാണ് തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഇത് പഠനത്തിൽ കളികളും ആണ് നിങ്ങൾ അനുകരിക്കാൻ പറ്റുന്നത്. മറിച്ച് മൊബൈൽ ഫോണിലോ ആ ഓർഗനൈസേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ആർഗനൈസേഷനിലേക്കോ ഒന്നും പോകാതെ ആദ്യം കളി കായിക ഗുണങ്ങളും കായികമായിട്ട് നമ്മളുടെ ഭാവി ജീവിതത്തിലാണ് ആശംസിക്കുന്നത്. ഈ ഒരു ചടങ്ങിലേക്ക് ശ്രമിച്ച ഷാജിന് നന്ദി അറിയിച്ചു എൻ്റെ വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം. ജോഹാൻ ഗൗതം ശങ്കർ, കൃഷ്ണേന്ദു, ബാഗും ബുക്കും പുതിയാനുള്ള പേര പെൻസിൽ എല്ലാം ഇതിനകത്തുണ്ട്. അത് കൈവച്ച് ജിസ്നാമോ ജുവൽ ഓക്കെ. താങ്ക് യു സാർ. വളരെ കൈ അടുത്തതായിട്ട് ജെറിൻ ഷാ എന്ന് പറഞ്ഞു. ജെറിൻ ഷാ അടുത്തത് ദയാൽ പി ജോൺ.
ദയാൽ പി ജോൺ. അടുത്തത് ദിനിയ കടന്നു വന്ന്. അടുത്തത് ശിവന്യ. അടുത്തത് ജെറമ്യ. അടുത്തത് നഥാനിയൽ. അടുത്തത് നിയ കടന്നു. അടുത്തത് ആവണി. അടുത്തത് അക്ഷയ് കടന്നു. അടുത്തത് അദ്വൈത് ഗോപേഷ്. അടുത്തതായിട്ട് ആദിൽ. അടുത്തത് അനറ്റ്. അടുത്തത് ജിയ. അടുത്തത് അബിയ. ഈ കുട്ടികളെല്ലാം DBS സംബന്ധിച്ച കുഞ്ഞുങ്ങളാണ്. വളരെ ആക്റ്റീവായിട്ട് കടന്നു DBS അറ്റൻഡ് ചെയ്ത കുഞ്ഞുങ്ങളാണ് ഇവരുടെ. അടുത്തത് അനശ്വര. അടുത്തതായിട്ട് ആദിത്യ. അടുത്തത് മനു സിസ്റ്ററിന്റെ മോന്റെ മനു സിസ്റ്റർ വേണ്ടി. അടുത്തതായിട്ട് ആരാധ്യ. വർണ്ണ.
അടുത്തത് അഞ്ജന. അഞ്ജന. അടുത്തത് ആഷൻ. ആസി. 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 അടുത്തത് സാവിയ. സാവിയ. ഈ ടെക്സ്റ്റ് ബുക്സ് കൊടുക്കുന്നത് ബാഗ്, സ്കൂൾ ബാഗ് വേണ്ടെന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് ഇത് ടെക്സ്റ്റ് ബുക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത്. അടുത്തത് അൻസു. അടുത്തത് ജിനോ. ജിനോ. അമ്പാടി. അടുത്തത് അമ്പാടി. 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 അടുത്തത് ക്രിസ്റ്റോ. അടുത്ത ക്രിസ്റ്റോ. ക്രിസ്റ്റോ. അടുത്തത് സൂരജ്. സൂരജ്. അടുത്തത് ജോയൽ. അടുത്ത സേവ. 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 നമ്മള് പേര് തരാത്ത ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് തരാം. റജിയെ ഏൽപ്പിച്ചാൽ മതി. നിങ്ങളുടെ പേര് ഒന്ന് കൊടുത്താൽ മതി. കുറച്ച് കുട്ടികൾക്ക് മാത്രം. വന്നിട്ട് നിങ്ങൾ നിരാശപ്പെടുത്തി വിടുന്നില്ല. വന്ന കുട്ടികളുടെ പേര് റജി വന്നിട്ട് ലഭിക്കാതെ പോയി വിഷമമുണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ പേര് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. അത് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന പ്രത്യേകം. ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന ആൾക്ക് മാത്രം. ഇവിടെ വന്നിട്ട് കിട്ടാതെ പോയിട്ട് വന്നവർക്ക് തരാൻ ക്രമീകരണം ചെയ്യാം. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു, പേര്, ഫോൺ നമ്പർ ഒന്ന് രഞ്ജിതയെ കൊടുക്കുക. അത് അദ്ദേഹമാണ്. രഞ്ജിത കൈ നോക്കിക്കുക, അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുക. ഈ സെക്ഷനിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്യാണ്. അതിനുശേഷം വാർഷികം തുടങ്ങുകയാണ്. താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചർച്ചയുടെ വാർഷികമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇരിക്കാം. ഇല്ലെങ്കിൽ താഴെ ഞങ്ങൾക്ക് ഒരു സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്, ചായ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പ്രാർത്ഥനയ്ക്കായി അവരെ ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനാണ് വാഴ്ത്തുന്നു. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ കൃതദാസനായി വിളിച്ച് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് വിളിച്ച പരിവാരദാസനെ ദൈവദേശത്ത് ഉപയോഗിക്കുന്ന ദൈവതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ യേശുവിനെ അനേകർ കാണുവാൻ
ദൈവോത്സവം നൽകുമാറാകണമെന്ന് ഞങ്ങളൊരിക്കലും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇത് സ്പോൺസർ ചെയ്ത കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പേരെ സ്നേഹിച്ച് കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ച് നൽകപ്പെടുന്ന കുടുംബത്തെ ദൈവം ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. ക്ഷണം സ്വീകരിച്ച് കടന്നുപോയിരിക്കുന്ന സാധാരണ പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ കർത്താവിനെയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദാസന്മാർക്കായി സ്തോത്രം ചെയ്തു കടന്നുവന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പുസ്തകം വാങ്ങിയ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 50 വർഷത്തിലുള്ള സ്കൂളിൽ കടന്നുപോകുന്ന പ്രത്യേക സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി ജ്ഞാനം അറിവും ദൈവവും കർത്താവ് നൽകി കുഞ്ഞുങ്ങളുടെ ദേശത്തിന് മാതൃകളെ കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവത്തെ സഹായിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.